നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പെരിയ ഇരട്ട കൊലപാതക കേസ് 5 വർഷത്തിലേറെ നീണ്ട നിയമയുദ്ധങ്ങൾക്കൊടുവിൽ വിധി പറയൽ നാളെ. 5 വർഷത്തിലേറെ നീണ്ട നിയമയുദ്ധങ്ങൾക്കൊടുവിലാണ് പെരിയ ഇരട്ട കൊലപാതക കേസിൽ കൊച്ചി CBI കോടതി നാളെ വിധി പറയുന്നത്. 2019 ഫെബ്രുവരി 17-നാണ് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും കല്യോട്ട് വെച്ച് ഒരു സംഘം തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തിയത്. തൊട്ടടുത്ത ദിവസം CPIM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരൻ, സുഹൃത്തും സഹായിയുമായ CJ സജി എന്നിവർ അറസ്റ്റിലായി. പീതാംബരനെ പാർട്ടി പുറത്താക്കി. അന്വേഷണം സർക്കാർ ക്രൈംബ്രാഞ്ചിന് വിട്ടു. SP VM മുഹമ്മദ് റഫീഖിന് അന്വേഷണ ചുമതല നൽകി. എന്നാൽ മാർച്ച് 2-ന് SP മുഹമ്മദ് റഫീഖിനെ തിരിച്ചയച്ചു. പിന്നാലെ സംഘത്തിലെ DYSPക്കും CIമാർക്കും മാറ്റം. പ്രതികളെന്ന് കണ്ടെത്തിയവർക്ക് പുറമെ മറ്റു പലരിലേക്കും അന്വേഷണം നീളുന്നുവെന്ന സൂചനകൾക്കിടെയായിരുന്നു അഴിച്ചുപണി. അന്വേഷണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി. മെയ് 14-ന് CPIM ഉദുമ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ K. മണികണ്ഠൻ, പെരിയ ലോക്കൽ സെക്രട്ടറി N. ബാലകൃഷ്ണൻ എന്നിവരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. മെയ് 20-ന് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. സെപ്റ്റംബർ 30-ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അന്വേഷണം CBIക്ക് വിട്ടു. CBI അന്വേഷണത്തിനെതിരെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചുവെങ്കിലും അപ്പീൽ തള്ളി. നവംബർ 19-ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലെത്തിയെങ്കിലും ഡിസംബർ 1-ന് അവിടെയും അപ്പീൽ തള്ളി. തുടർന്ന് അന്വേഷണം CBI ഏറ്റെടുത്തു. 2021 ഡിസംബർ 3-ന് CBI കുറ്റപത്രം സമർപ്പിച്ചു. മൊത്തം 24 പേർ പ്രതിപട്ടികയിൽ. CPIM പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരൻ ഉൾപ്പെടെ 14 പേരെ ക്രൈംബ്രാഞ്ചും മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 10 പേരെ CBIയുമാണ് അറസ്റ്റ് ചെയ്തത്. 2023 ഫെബ്രുവരി 2-ന് കൊച്ചി CBI കോടതിയിൽ കേസിൽ തുടങ്ങിയ വിചാരണ 2024 ഡിസംബർ 23-നാണ് പൂർത്തിയായത്.